അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 23-ാമത്തെ ജുസ് യാസീൻ, സോഫാത്ത്, സാദ്, സുമറിലെ 3.5 പേജ്. യാസീൻ സത്യത്തിൽ 22-ൻ്റെ അവസാനത്തിൽ തുടങ്ങുന്നുണ്ട്, 1.5 പേജ്. പിന്നെ ഇവിടെ 4 കൂടെ ചേർത്ത് 5.5 പേജാണ് സൂറത്ത് യാസീൻ ഉള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മക്കി സൂറത്താണ്, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്, പറ്റുമെങ്കിൽ ദിവസേന പാരായണം ചെയ്യേണ്ടതാണ്. ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള സൂറത്താണ്. ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെക്കുറിച്ച് പറയാണ്. മുൻപ് മുന്നറിയിപ്പുകാർ നിയോഗിക്കപ്പെട്ടില്ലാത്ത സമൂഹത്തിലേക്ക്, അതായത് മുമ്പ് അതിലേക്ക് നബിമാർ വന്നില്ലെന്നർത്ഥം, ഖുറൈശികളിലേക്ക്, അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു റസൂലിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. സത്യസന്ധനായ റസൂലാണ് എന്ന് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാണ്. ശേഷം നബിമാരുടെ സംഭവങ്ങൾ കൂട്ടത്തിൽ വിവരിക്കുന്നുണ്ട്. തൊട്ടുടനെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്ന് തുടങ്ങുന്ന ആയത്തിൽ. ഇതിൽ ആരംഭത്തിൽ പറയുന്നൊരു സംഗതി, മനുഷ്യരുടെ പ്രവൃത്തികളും മാ ഖദ്ദമു വ ആസാറഹും, അവരുടെ ശേഷിപ്പുകളും നാം രേഖപ്പെടുത്തി വെക്കും. ഇപ്പോൾ ചില പ്രവൃത്തികൾ നമ്മൾ തന്നെ പ്രവർത്തിച്ച് തീർക്കുകയാണ്, നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നു, അദ്ദേഹം തന്നെ നിസ്കാരം എന്ന പ്രവൃത്തി ചെയ്യാണ്. ചിലതിൻ്റെ ഫലങ്ങൾ പിൽക്കാലത്തേക്ക് അവശേഷിക്കും. ഇൽമു പഠിപ്പിച്ചു, അല്ലെങ്കിൽ മക്കൾ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചില അമലുകൾ അത് നാളത്തേക്കും കൂടെ ബാക്കിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളും മാ ഖദ്ദമു വ ആസാറഹും, ശേഷിപ്പുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. കൃത്യമായൊരു രേഖയിൽ, ഗ്രന്ഥത്തിൽ അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അടുത്തത്, ഒരു നാട്ടുകാരുടെ സംഭവം വിവരിച്ചു കൊടുക്കാൻ അള്ളാഹു തആല പറയാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, നമുക്ക് വിവരിച്ചു തരാൻ പറയാണ്. അതിലേക്ക് അള്ളാഹു തആല 2 നബിമാരെ നിയോഗിച്ചു. ഫഅസ്സസ്നാ ബിസാലിസ്, മൂന്നാമത് ഒരാളെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി. അങ്ങനെ 2 പേര് വന്നു, സമൂഹം കളവാക്കി. 3 പേരെ കൊണ്ട് മൂന്നാമതൊരാളെ കൊണ്ട് ശക്തിപ്പെടുത്തി. അപ്പോഴും അവർ പറഞ്ഞൊരു സംഗതി, നിങ്ങൾ വന്നത് ശകുനമാണ്, നിങ്ങൾ വന്നത് കാരണമാണ് ഇവിടുത്തെ അവസ്ഥകളൊക്കെ മോശമാകുന്നത്. അപ്പോൾ ആ നബിമാർ അവരോട് പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം എന്നുള്ളത് അവർ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അഥവാ നിങ്ങൾക്ക് വരാനുള്ള നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒക്കെ നിങ്ങളുടെ ഭാഗതയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അതായത് മുമ്പിലൂടെ പൂച്ച നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ മൈന ഒറ്റയ്ക്ക് വന്നിരുന്നത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയില്ല. മറിച്ച് നിങ്ങളുടെ പ്രവൃത്തി, സുബഹി രാവിലെ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ, ദിക്ർ ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയവും പരാജയമൊക്കെ. അപ്പോൾ ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയുള്ളത്, നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ നല്ലതും മോശമാക്കുന്നത്. അപ്പം ആ രീതിയിൽ അവരെ ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നു, സമൂഹം എതിർത്തുകൊണ്ടിരുന്നു. പിന്നെ അത് രൂക്ഷമായ സ്റ്റേജിലേക്ക് പോയി. ഞങ്ങൾ നിങ്ങൾ എറിഞ്ഞു കൊല്ലും എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലേക്ക് എത്തി. ആ സമയത്ത് ഒരു മനുഷ്യൻ അവരെ സഹായിക്കാൻ, അതായത് നബിമാരെ സഹായിക്കുന്നതിൻ്റെ സംഭവം, ദഅവത്തിൻ്റെ സംഭവം യാസീൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെയുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, ആ നാടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. അപ്പോൾ നാടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വരണം എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് വരുന്നത്, രൂക്ഷമായ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. വന്നിട്ട് ഇളകി നിൽക്കുന്ന ജനതയോട് അദ്ദേഹം പറയാണ്, ഈ റസൂലുകളെ നിങ്ങൾക്ക് പിൻപറ്റിക്കൂടെ, അവർ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ പിൻപറ്റില്ല, അതല്ലേ നല്ലത്. ഈ മനുഷ്യൻ നബിമാരുടെ ദഅവത്തിനെ സഹായിച്ചതോടുകൂടെ ആ നാട്ടുകാർ ഇദ്ദേഹത്തെ ഷഹീദാക്കി കളഞ്ഞു. അപ്പോൾ ഇതിലുള്ളൊരു ഗുണപാഠം, ഒന്ന് ദഅവത്തിനെ സഹായിക്കുന്നതിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം. ഖീല ദുഖുലിൽ ജന്ന, ആ മനുഷ്യനോട് പറയപ്പെട്ട് നേരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അപ്പോഴും ആ മനുഷ്യൻ്റെ ദഅവത്തിൻ്റെ ഫിക്ർ മാറിയിട്ടില്ല, ആ ചിന്താഗതി മാറിയിട്ടില്ല. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അള്ളാഹു പുറത്തു വന്നതും എന്നെ ആദരണീയരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതും. വലിയ ആദരവും പദവിയും മഹത്വം. ചെറിയൊരു ശിക്ഷക്ക് അദ്ദേഹം വിധേയനായി, അതായത് ജനങ്ങൾ കൊടുത്ത ആ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ ഷഹീദാക്കി കളഞ്ഞു. പക്ഷെ അത് വലിയ നിഅമത്താണ്. അള്ളാഹു തആല അദ്ദേഹത്തെ കാലാകാലത്തേക്ക് ആദരിക്കുകയും അത് ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോവാണ്. അപ്പം ഇതിൻ്റെ വിശദാംശമായിട്ട് പറയാനുള്ളൊരു സംഗതി, ഇപ്പോൾ ഈ നാടിൻ്റെ പേരെന്താണ്, അന്താക്കിയ എന്നാണോ അതോ വേറെ ഏതെങ്കിലും നാടാണോ, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിലൊരു കാര്യം ഗുണപാഠത്തിന് വേണ്ടി പറഞ്ഞു, ഒരു നാട്, അതേത് നാടാണെങ്കിലും അതിൻ്റെ ഗുണപാഠം സെയിമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൻ്റെ നിയമം എന്താണ്, ദീനിൽ 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. നമുക്ക് തഫ്സീറിൻ്റെ ഭാഗമായിട്ടും ഹദീസിൻ്റെ ഭാഗമായിട്ടും താരീഖിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് കാണാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടു എന്ന് പറഞ്ഞു, ഖുർആനിൽ പറയാണ്. അപ്പം ഇതേ സംഭവം വേറെ വേദങ്ങളിൽ വന്നാൽ നമ്മൾ പറഞ്ഞവരോട് യോജിക്കുന്നു, കിണറ്റിലിട്ടു, അതിലും കാണാം കിണറ്റിലിട്ടു, അപ്പം നമ്മളത് വിശ്വസിക്കുന്നു. ഒരു എക്സ്ട്രാ വിവരണം വരെയാണ്, അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 10 വയസ്സായിരുന്നു. ഓക്കെ, അതൊരു
അധികമായി വന്നൊരു വിവരണമാണ്. നമ്മളതിനെ വിശ്വസിക്കുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല. നമുക്കത് ഉദ്ധരിക്കാം. ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ, ഒരു പത്ര റിപ്പോർട്ട് എന്നൊക്കെ പറയുമല്ലോ. ഇന്നലൊരു സമ്മേളനം നടന്നു, പല പത്രത്തിൽ റിപ്പോർട്ട് വന്നു. ഒന്നിൽ കാണാം 17,000 ആൾ, വേറൊന്നിൽ കാണാം 23,000 ആൾ, വേറൊരു പത്രത്തിൽ വരണം അങ്ങനെ സമ്മേളനം ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരായി. അപ്പോൾ നമുക്ക് കുറേ പരിശോധിക്കേണ്ടിയൊക്കെ വരും. 17,000 ആളെന്ന് പറഞ്ഞു, 23,000 എന്ന് പറഞ്ഞു, നല്ല തിക്കും തിരക്കുവാണെന്ന് പറഞ്ഞു. വേറെയുള്ളൊരു വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നില്ല പറയുമ്പം ഇവർ കണ്ടതൊരു ഭാഗമായിരിക്കാം, അവരതിൻ്റെ വേറെ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തതായിരിക്കാം, എണ്ണിയത് തെറ്റിയതായിരിക്കാം. എന്തായാലും ഇതൊക്കെ ഒരു കേന്ദ്ര ആശയം സമ്മേളനം നടന്നു എന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പല റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് പറഞ്ഞ സംഭവങ്ങളുടെ വിവരണം വരുമ്പോൾ ഒന്നുകിൽ അത് കൃത്യമായിട്ട് യോജിക്കുന്നതാകാം, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ചിലത് അധികപ്പറ്റായിട്ടുള്ള വിവരണങ്ങളാകാം. ആ സ്ഥലത്തിൻ്റെ പേര് അന്താക്കിയ എന്നാണ്, അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു. നമ്മളതിനെ വിശ്വസിക്കുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല. നമ്മളത് വേണമെങ്കിൽ അത് ഉദ്ധരിക്കാം. അതിൽ ഗുണപാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് പറയാം. അടുത്ത സംഗതി, മൂന്നാമത്തെ ഇനം എതിരാകുന്നത്. യൂസുഫ് നബിയെ കിണറ്റിലിട്ടിട്ടില്ലെന്ന് എവിടെയെങ്കിലും വന്നു, ഏതോ വേദങ്ങൾ പഠിച്ച ഒരാൾ പറയണം അങ്ങനെ ശരിക്കും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളതിനെ കളവാക്കുന്നു. കാരണം അത് ഖുർആൻ പറഞ്ഞതിനെതിരാണ്. അപ്പം യോജിച്ച് വരുന്നതിനെ വിശ്വസിക്കുന്നു, എതിരാകുന്നതിനെ നിഷേധിക്കുന്നു. യോജിക്കുന്നുമില്ല, എതിരാകുന്നുമില്ല. അധികമായിട്ടുള്ളൊരു വിവരണമാണെങ്കിൽ നമ്മളതിനെ വിശ്വസിക്കുന്നുമില്ല, നിഷേധിക്കുന്നില്ല, ഉദ്ധരിക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ തഫ്സീറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇബ്നു കസീറിൻ്റെയൊക്കെ ആമുഖത്തിലും പിന്നെ സൂറത്തുൽ കഹ്ഫിലെ അവർ എത്ര പേരാണ് എന്ന് പറയുന്നിടത്തും അതിൻ്റെ വിവരണമായിട്ട് നബി അതിൽ താങ്കൾ അവരോട് വെറുതെ തർക്കിക്കേണ്ടതില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള വിവരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ ഹദീസ് ആൻ ബനി ഇസ്രായേൽ വലാ ഹറജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ മുൻ വേദക്കാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ പേരിൽ കളവ് പറയരുത്. അപ്പോൾ വിശ്വസിക്കുന്നുമില്ല, നിഷേധിക്കുന്നില്ല എന്ന കാറ്റഗറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഹദീസ് ആൻ ബനി ഇസ്രായേൽ വലാ ഹറജ്. ഞാനിത് ഇവിടെ പറയാൻ കാരണം എന്താണെങ്കിലും ഖുർആനിൻ്റെ ഓരോ ജുസുയിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാ സ്ഥലത്തേക്കും ബാധകമാണ്. ഖുർആനിൽ പറഞ്ഞ ബേസ് ഉണ്ട്, ആ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണപാഠം കിട്ടുന്ന സംഗതിയുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മന്ത്രിയുടെ ഭാര്യ വശീകരിക്കാൻ ശ്രമിച്ചു. അവരുടെ പേരെന്താണ്, അവരുടെ വർണ്ണം എന്താണ്, നമ്മളുടെ പ്രശ്നമേ അല്ല. എവിടെയെങ്കിലും വന്നെങ്കിൽ അതൊരു റിപ്പോർട്ടാണ്. വലിയ ഉപദ്രവകരമല്ലെങ്കിൽ അത് പറയാം. നമ്മളതിനെ ഒരു റിപ്പോർട്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഇസ്രായേലിയാത്ത് എന്നാണ് ഇതിനെ പറയാം. പിന്നെ ബനി ഇസ്രായേലിൽപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു, മാതാപിതാക്കൾ അനുസരിച്ചിരുന്നു, അള്ളാഹുതആല വലിയ സമ്മാനങ്ങൾ നൽകി. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, ഒരു നല്ല കാര്യത്തിന് നല്ല പ്രതിഫലം കിട്ടിയ സംഭവമാണ്. അതൊരു റിപ്പോർട്ടാണ്. ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ നമുക്കത് പറയാം. അടുത്ത കാര്യം, ദഅവത്തിൻ്റെ ഈ ശക്തിയും പ്രാധാന്യമൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുതആല അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നുണ്ട്. നിർജീവമായ ഭൂമി അള്ളാഹു സജീവമാക്കുന്നു, അതിൽ പഴവർഗ്ഗങ്ങൾ അള്ളാഹുതആല മുളപ്പിച്ചു തരുന്നു, അത് നിങ്ങൾ ഭക്ഷണമായിട്ടത് ഉപയോഗിക്കുന്നു. ഭൂമിയിൽ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അരുവികളെ പുറപ്പെടുവിപ്പിക്കുന്നു. എത്ര വലിയ അത്ഭുതമാണ്. പാറക്കല്ലിൽ നിന്ന് വെള്ളത്തിൻ്റെ തുള്ളികൾ വരുന്നു, അല്ലെങ്കിൽ വെള്ളം ചാലിട്ടൊഴുകുന്നു, പിന്നെ അത് അരുവികളും വലിയ വലിയ ഈ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പോയി ഇതിൻ്റെ സംഭരണി എവിടെയാണ്? നമ്മുടെ വീട്ടിൽ ടേപ്പ് തുറന്നാൽ വെള്ളം ഒഴുകുന്നത് കാണാം. അതിന് സംഭരണിയുണ്ട്, ടാങ്കുണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്, എവിടെയാണ് ഇതിൻ്റെ സംഭരണി ഉള്ളത്? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ തുടങ്ങി ധാരാളം ദൃഷ്ടാന്തങ്ങൾ. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ, അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. സസ്യങ്ങൾ ഈ ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും അതുപോലെ നിങ്ങൾക്കറിയാത്ത പല വസ്തുക്കളിലും അള്ളാഹു തആല ജോഡികളാക്കിയിരിക്കുന്നു. അപ്പം ഈ അണുക്കളെ ലെവലിൽ പോയി നോക്കിയാൽ പോലും ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ജോഡികളെ, ഇണകളെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിൽ പോലും അള്ളാഹു തആല ഇണകളെയും ജോഡികളെയും സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. കടലിൽ ആളുകൾ നിറച്ചു കൊണ്ടുപോകുന്ന കപ്പൽ അതെങ്ങനെ മുങ്ങാതെ സഞ്ചരിക്കുന്നു? എന്തെല്ലാം ചരക്കുകളാണ് ലോകത്ത് നാനാഭാഗത്തേക്ക് കടലിലൂടെ എത്തിക്കുന്നത്? വലിയ ബിൽഡിങ് പോലുള്ള കപ്പലുകൾ അല്ലാഹു തആല ഭൂമിയിൽ കടലിലൂടെ ഒഴുക്കാണ്. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം പിന്നെ ഖിയാമത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. മനുഷ്യൻ ചോദിക്കുന്നു, എപ്പോഴാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്ന സമയം? വയഖൂലൂന മതാ ഹാദൽ വഅദു, ഖിയാമത്ത് എപ്പോഴാണ്? അപ്പം അള്ളാഹു അറിയിക്കുകയാണ്, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, ഇവരാകെ പ്രതീക്ഷിക്കുന്നത് വെറൊരു ശബ്ദമാണ്. ഇപ്പോൾ ഖിയാമത്ത് തന്നെ ആവണം എന്നില്ല. നമ്മളിങ്ങനെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ചില ഹദീസുകളിലൊക്കെ ഉള്ളതുപോലെ, ഖിയാമത്തിൻ്റെ വിവരണത്തിലുള്ളതുപോലെ, തുണിക്കച്ചവടക്കാരൻ തുണി ഇങ്ങനെ ഉപഭോക്താവിന് വേണ്ടി വിരിച്ചു കൊടുക്കുമ്പം
അല്ലെങ്കിൽ മൃഗത്തെ മേയ്ക്കുന്ന ആൾ അതിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ആ തടയൊക്കെ കെട്ടിക്കൊടുക്കുമ്പം പെട്ടെന്നാണ് മരണം അവനെ തേടിയെത്തുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് ഖിയാമത്ത് അവനെ തേടിയെത്തുന്നത്. എന്താണെങ്കിലും നമ്മളുടെ മരണം നമ്മളുടെ ഖിയാമത്താണ്. അതിനുശേഷം ഈ ഭൂമിയിൽ എന്ത് നടന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അപ്പം പൊടുന്നനെ വരാവുന്ന ഒരു ശബ്ദം, പെട്ടെന്ന് മാറുന്ന കുറേ കാഴ്ചകൾ, ആകെ അതാണ് നമ്മൾ കാത്തിരിക്കുന്ന സംഗതി. ഇന്നാകാം, നാളെ ആകാം, ഈ മാസമോ അടുത്ത മാസമോ ആകാം, ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഉടനെ വരുന്നതിന് സമാനമാണ്. കാരണം അത്രയും പെട്ടെന്ന് ഈ സമയങ്ങളൊക്കെ നീങ്ങിപ്പോകും. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാകലാണ് ബുദ്ധി. ശേഷം അല്ലാഹു തആല സ്വർഗ്ഗവാസികളുടെ അനുഗ്രഹങ്ങളും നരകവാസികളുടെ അവസ്ഥയൊക്കെ പറയുന്നതിൽ പ്രധാനപ്പെട്ട 1-2 ഭാഗമുണ്ട്. നാളെ സ്വർഗ്ഗവാസികളും അവരുടെ ഇണകളും ചാരു കസേരകളിൽ പരസ്പരം അഭിമുഖമായിരിക്കും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല അവർ ആഗ്രഹിക്കുന്നത്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വ അസ്വാജുഹും, നല്ല തണലുകളിൽ ചാരു കസേരകളിൽ അവരിങ്ങനെ വിശ്രമിക്കും. ആവശ്യമുള്ളതെല്ലാം അവർ ഓർഡർ ചെയ്യും. അവിടെ തിന്നാൽ വയറ് നിറയുന്ന പ്രശ്നമില്ല, മാലിന്യങ്ങളില്ല. രസത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്നൊരു ഭാഗം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സലാം. ഇത് ഏറ്റവും വലിയ സംഗതിയാണ്. സാധാരണ രാജാവിൻ്റെ അതിഥിയായിട്ടൊക്കെ ഹജ്ജിന് പോകുന്നവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് രാജാവിനെ കാണുന്ന ദിവസം. എന്നിട്ട് എന്താ കാര്യം, ഗസ്റ്റുകളുടെ 5 കാറ്റഗറി ഉണ്ടാകും. ഈ 5ാമത്തെ കാറ്റഗറി ഉള്ളവർക്ക് ദൂരേന്ന് കാണുന്നേ ഉള്ളൂ. അപ്പം ഒരു പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് ക്ഷണം കിട്ടി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൗകര്യങ്ങളോട് ചെയ്തിട്ടുണ്ടാകും. മുന്തിയ ഹോട്ടലുണ്ടാകും, പല സൗകര്യങ്ങളുണ്ടാകും. അതിനൊന്നും ഈ പ്രസിഡൻറ്റിനെ കണ്ട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതാണ് അതിലെ പ്രധാന മൊമെൻറ്റ്. അതേപോലെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്ദർഭം, ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അഭിവാദ്യം ലഭിക്കലാണ്. സ്വർഗത്തിലെ നിഅമത്തുകൾക്ക് അതിന് മുന്നിൽ യാതൊരു പ്രസക്തിയുമില്ല. ഈ സ്വർഗത്തെ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കാണാനും ഒരു അഭിവാദ്യം സ്വീകരിക്കാനും പറ്റുന്ന നിയമത്തിനേക്കാൾ വലുതായിട്ട് സ്വർഗത്തിലൊരു നിയമത്തുമില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികളെ ഇന്നേ ദിവസം നിങ്ങൾ മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കണം, നമ്മളുടെ കുടുംബക്കാർ, നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയും നമ്മൾ ഒറ്റയ്ക്ക് അവിടെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ചെക്ക് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വിസയിൽ പ്രശ്നമുണ്ട്, ടിക്കറ്റിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് മാറ്റി നിർത്തി ഫ്ലൈറ്റ് മിസ്സായാൽ പോലും നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇവിടെ സ്വർഗം മിസ്സായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ശേഷം അല്ലാഹു തആല നരകത്തിൻ്റെ അവസ്ഥകൾ വിവരിക്കുന്നുണ്ട്. അക്രമികളുടെ കൈകാലുകൾ നാളെ സാക്ഷി നിൽക്കും. ഇതെല്ലാം സെൻസറാണ്, ഇതെല്ലാം നാളെ സംസാരിക്കും എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായ്ക്ക് മുദ്ര വെക്കും. വതുകല്ലിമുന ഐദീഹിം, കൈ സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. പിന്നെ മനുഷ്യൻ എത്ര നിസ്സാരനാണ്, അള്ളാഹുവിൻ്റെ കഴിവ് എത്ര അപാരമാണെന്ന് വിവരിക്കുന്നു. പറഞ്ഞു മക്കി സൂറത്തുകളിൽ നിഷേധികളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകും. സൂറത്ത് യാസീനിലെ മറുപടി ടക് ടക് എന്നുള്ള മറുപടിയാണ്. ഈ ഉരുളക്കുപ്പേരി പോലത്തെ മറുപടികളാണ്. അള്ളാഹു പറയാണ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ച ഇല്ലാതാക്കി കളയും, നിങ്ങൾക്ക് വഴി കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്ന നിൽപ്പിൽ കോലം മറിച്ച് കളയും. അപ്പോൾ ചിലരെയൊക്കെ അള്ളാഹു തആല മൃഗങ്ങളാക്കി കോലം മറിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും വേണ്ട, ചെറിയ സ്ട്രോക്ക് വന്നാൽ തന്നെ ഏകദേശം കോലം മാറും. മുഖത്തിൻ്റെ ഒരു ഭാഗം കോടിപ്പോകും, ചിരിക്കാൻ പറ്റാതാകും, വളരെ ബോറായിട്ടുള്ള ഈ രൂപത്തിലേക്ക് മുഖം മാറിപ്പോകും. എവിടെയെങ്കിലുള്ള രക്തോട്ടം ഒന്ന് നിന്നാൽ മതി. ഈ സത്യത്തിൽ ഈ രക്തം ഓടുന്നത് അത്ഭുതമാണ്. നമ്മൾ ഇത്രയും ഇന്ന് കഴിക്കുന്ന എണ്ണ പലഹാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇതെല്ലാം കൂടെ ഉള്ളിലെത്തിയിട്ട് രക്തം കൃത്യമായിട്ട് ഓടുന്നത് വലിയ അത്ഭുതമാണ്. അതിലെന്തെങ്കിലും ഒരു ചെറിയ തകരാറ് വന്നാൽ, തലച്ചോറിലേക്ക് മറ്റും എത്തുന്നതിൽ ചെറിയ തകരാറ് വന്നാൽ പിന്നെ അത് സ്ട്രോക്കായി, മുഖം ഒരു ഭാഗം കോടിപ്പോകലായി. അപ്പോൾ അള്ളാഹുവിനൊരു സെക്കൻഡ് മതി നമ്മുടെ മുഖം വേറൊരാൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കളയാൻ. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം, ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്ന നിൽപ്പിൽ നിങ്ങളുടെ കോലം നാം മാറ്റിക്കളയും. അപ്പം മനുഷ്യന് ചിലപ്പോൾ ചിന്ത വരും, ചെറുപ്പക്കാരനല്ലേ, നല്ല ആരോഗ്യമുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ തഅഖിലൂൻ, ആയുസ് കൂടുന്നതിനനുസരിച്ച് റിവേഴ്സിൽ പോകുന്നത് കാണുന്നില്ലേ? ഒരാൾ കുട്ടിയായി, ചെറുപ്പക്കാരനായി, ഒരു യുവാവായി, അങ്ങനെ 15 വയസ്സിൽ നല്ല ആരോഗ്യം, 30 വയസ്സാകുമ്പോഴേക്ക് അതിനേക്കാൾ നല്ല ആരോഗ്യം. പക്ഷേ 38 കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരാൻ തുടങ്ങുകയാണ്. 45 കഴിഞ്ഞാൽ ഓടാൻ പറ്റാതായി,
കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ലോണം നടക്കാൻ പറ്റാതായി. അങ്ങനെ അവസാനം ജനിച്ച കുട്ടിയെ പോലെ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക്, വെറും ഒരു ഞരങ്ങൽ ശബ്ദം മാത്രമാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു തആല റിവേഴ്സ് അടിപ്പിക്കുകയാണ്. നിങ്ങൾ വലിയ കേമന്മാരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ വർഷം കഴിയുന്നവരും ആരോഗ്യം കൂടി വരണമല്ലോ. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, നാം നിങ്ങൾക്ക് ആയുസ് തരുമ്പോൾ പുറകിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സ്റ്റേജ് ഏത് സമയത്തും ആക്കാൻ കഴിവുള്ളവനാണ്. പിന്നെ അവസാനം ഒരു ചോദ്യം കാണാം. മനുഷ്യനെ നിസ്സാരമായ ദ്രാവകത്തിൽ നാം സൃഷ്ടിച്ചു. അങ്ങനെ അവന് തണ്ടും തടിയൊക്കെ വെച്ചപ്പോൾ അവൻ ചോദിക്കുകയാണ്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയാൽ ആരാണ് ഇതിനെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുക? അപ്പോൾ അള്ളാഹു തആല അതിന് ഉത്തരമായിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറയുന്നതിന് പകരം ചോദ്യം, ഇങ്ങനെയുള്ള നിരീശ്വരവാദ ചോദ്യം ചോദിക്കുന്നവരെ വായടപ്പിക്കുകയാണ്. ഇവൻ ചോദിച്ചു, ആരാണ് ഇതിനെ പടക്കുക എന്ന്. നബിയെ പറ, ഇവനെ ആദ്യം പടച്ചത് ആരാണോ അവൻ തന്നെ രണ്ടാമത് പടച്ചോളൂ. അപ്പോൾ ആദ്യം വന്നത് ഓർമ്മ വേണമല്ലോ. യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. ഈ മറുപടിയിലേക്ക് ശക്തി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ കപ്പലുകളെയും ചെടികളെയും എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും പടച്ച അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഈ പറയുന്ന വ്യക്തിൻ്റെ സ്റ്റാൻഡേർഡിനോട് യോജിക്കാത്ത ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള ഉത്തരമായി പോകും. പകരം ഈ പറയുന്ന ആളുടെ വിഡ്ഢി ചോദ്യമല്ലേ, ആ ചോദ്യത്തിലെ വിഡ്ഢിത്തരം മനസ്സിലാക്കി കൊടുക്കുകയാണ്. എല്ലുകൾ നുരുമ്പിയതിന് ശേഷം രണ്ടാമത് എങ്ങനെ എഴുന്നേൽപ്പിക്കും ചോദിക്കും, പറയാണ് നിന്നെ ആരാണോ ഒന്നാമത് സൃഷ്ടിച്ചത് അവൻ തന്നെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചോളും. ഒന്നാമത് സൃഷ്ടിക്കാനല്ലേ പ്രയാസമുള്ളത്. അങ്ങനെയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതും സാധിക്കും. അള്ളാഹുവിന് ഒന്നും എളുപ്പമോ പ്രയാസമോ അല്ല, എല്ലാം അള്ളാഹുവിന് കുൻ ഫയക്കൂനാണ്. ഇതിനേക്കാൾ എളുപ്പമാണ്, ഇത് കുറച്ച് പ്രയാസമാണ്. അങ്ങനെ അള്ളാഹുവിനില്ല. അള്ളാഹുവിന് മുഴുവൻ ലോകത്തെ സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. കുൻ ഫയക്കൂനാണ്. ഇതാണ് സൂറത്ത് യാസീനുള്ളത്. നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളും കുറച്ചധികം പറഞ്ഞു, കാരണം നിർബന്ധമായിട്ടും അറിയേണ്ടതായതുകൊണ്ട്. ശേഷം സൂറത്ത് സ്വാഫാത്ത്, ഈ പറയുന്ന ഈ ഭാഗത്തുള്ള സൂറത്തുകളിലെല്ലാം സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള വിവരണം നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വർഗ്ഗവാസികൾ പരസ്പരം സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അഖ്ബല ബഅ്ലുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ, അവരിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഒരാൾ പറയും, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എന്നോട് ചോദിക്കും നീ വിശ്വാസിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് കുറച്ച് എലീറ്റ് അപ്പർ ക്ലാസ് ആയിരിക്കും മിക്കവാറും. ലയൺസ് റോട്ടറി ക്ലബ്ബിലൊക്കെ മെമ്പർഷിപ്പൊക്കെ ഉള്ള, പള്ളിയിലൊക്കെ പോകാൻ മടിയുള്ള, നിങ്ങൾ വിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നൊരു ചങ്ങാതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്വർഗ്ഗവാസികൾ പറയും, ആ മൂപ്പരിപ്പോൾ ഇവിടെ ഉള്ളത്. ഫത്തലഅ ഫറആഹു ഫി സവാഇൽ ജഹീം, നോക്കിയപ്പം നമ്മുടെ ഈ അപ്പർ എലീറ്റ് ഹൈ ക്ലാസ് ആൾ നരകത്തിൻ്റെ ഒത്ത നടുക്കാനുള്ളത്. അപ്പോൾ ഈ സ്വർഗ്ഗവാസി പറയും, പടച്ചോൻ കാത്തതാണ്. വലൗല നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ദരീൻ, നിൻ്റെ ആ ജാടയും നിൻ്റെ ആ ഉപദേശമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അറിയാതെ വീണു പോകേണ്ടതായിരുന്നു, ഞാനൊരു അപകർഷതാബോധത്തിലേക്ക് പോകേണ്ടതായിരുന്നു. അള്ളാഹു കാത്തില്ലായിരുന്നെങ്കിൽ വലൗല നിഅമതു റബ്ബി, നിൻ്റെ കൂടെ ഇപ്പം ഞാനവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളെ തിരിച്ചറിയണം. ഇവർ വഴിപിഴപ്പിക്കാൻ നോക്കിയവർ അവരിൽ നിന്ന് മാറി അവർ പള്ളിയിലേക്ക് പോയി നമസ്കാരം നിർവഹിച്ചു, സക്കാത്ത് നിർവഹിച്ചു, അള്ളാഹുവിന് വലിയ താഴ്മ കാണിച്ചു. ഇവരേതോ കുറേ കൂട്ടുകെട്ടൊക്കെ ആയിട്ട് കുറച്ച് അഹങ്കാരികളായി, നിങ്ങൾ വിശ്വാസിയാണില്ല, ഞങ്ങൾ എയ്ത്തിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ അവസാനം ഫത്തലഅ ഫറആഹു ഫി സവാഇൽ ജഹീം, നരകത്തിൻ്റെ ഒത്ത നടുക്ക് കൂട്ടുകാർ ഇവരെ കാണും. അങ്ങനെ ലിമിസ് ലിഹാദ ഫല്യഅമലിൽ ആമിലൻ, ആ സ്വർഗ്ഗവാസികളുടെ അവസ്ഥ പറഞ്ഞ് അള്ളാഹു പറയാണ്, ഇതുപോലുള്ള വമ്പിച്ച പ്രതിഫലം കിട്ടാൻ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ, മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ. അങ്ങനെ ശേഷം ചില നബിമാരുടെ സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ തയ്യാറായ സംഭവം കാണാം. അള്ളാഹു തആല വഹി അറിയിച്ചു. വഹിയാണ് അദ്ദേഹത്തിന് മനസ്സിലായി, പല ആവർത്തി ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മകനോട് പറയണേ, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടൊപ്പം ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ, അപ്പോൾ എത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നാണ് അള്ളാഹു തആല അറിയിച്ചു തരുന്നത്. എത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നാണ് ആ പ്രായത്തിൻ്റെ കണക്ക്. 9, 10 എന്ന് പറയുന്നതിന് പകരം കൂടെ നടക്കാനുള്ള പ്രായമായപ്പോൾ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പം അത്രയും മാനസികമായി അടുത്തു. ജനിച്ച് പിറ്റേന്ന് ചോരക്കുഞ്ഞല്ല, അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇത്രയില്ല. ഇത് നല്ല രീതിയിൽ മനസ്സിലടുത്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ? മകനോട് മഷൂറ ചെയ്തത്. മകൻ എങ്ങനെയുണ്ട്? ഫൻദുർ മാദാ തറ, നിൻ്റെ അഭിപ്രായം എന്താണ്? ഇബ്രാഹിം നബി വയോധികനാണ്, വന്യവയോധികനാണ്, ഇത് ചെറിയ കുട്ടിയാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, എന്നിട്ടും അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ കമ്മ്യൂണിക്കേഷൻ ഉപ്പയും മക്കളും തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ തെളിവാണിത്. മകനെ ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട്? ഫൻദുർ മാദാ തറ, വളരെ ബഹുമാനത്തിൽ ചോദിക്കണം, മോനെ നിൻ്റെ അഭിപ്രായം എന്താണ്? മകൻ പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ,
അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ പ്രവർത്തിച്ചോളൂ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചോളാം. അങ്ങനെ രണ്ടുപേരും ഫലമ്മ അസ്ലമ, രണ്ടുപേരും അള്ളാഹുവിനെ കീഴ്പ്പെട്ടപ്പോൾ, അനുസരിച്ചപ്പോൾ, സമർപ്പിച്ചപ്പോൾ അള്ളാഹു തആല അത് വലിയൊരു പരീക്ഷണമാണെന്ന് അറിയിക്കുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ഈ ഒരു സംഗതിക്ക് തയ്യാറായപ്പോൾ അള്ളാഹു തആല പദവികൾ വർദ്ധിപ്പിക്കുകയും പകരം ഒരു ആടിനെ നൽകി അതിൻ്റെ അറവ് നിർവഹിക്കുകയും ചെയ്തു. പിന്നെ അവസാനത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം കാണാം. അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു, തസ്ബീഹ് ചൊല്ലി. ആ തസ്ബീഹ് ഇല്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം ആ അപകടത്തിൽ തന്നെ കഴിഞ്ഞേനെന്നാണ്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി തസ്ബീഹാണ്, തൗബയാണ്, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങലാണ്. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ശേഷം സൂറത്തു സ്വാദ്, ഞാൻ ചില പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ പറയുന്നേ ഉള്ളൂ. സൂറത്തു സ്വാദ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല വലിയ അധികാരവും പദവിയും നൽകി ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അതിൽ കാണാം 2 പേര് വന്നു. ഒരാൾക്ക് 99 ആടും ഒരാൾക്ക് 1 ഉണ്ട്. അപ്പോൾ ഇവരിത് കൈകാര്യം ചെയ്യുന്നതിൽ അന്യായമായ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അതൊരു പരീക്ഷണമായിരുന്നു. എന്താണെങ്കിലും അദ്ദേഹം ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അപ്പോൾ അവിടെ പറയുന്നൊരു വിഷയമുണ്ട്, അത് ആ വാക്കാണ് നമ്മൾ ഇവിടുത്തെ വിഷയം. വഇന്ന കസീറ മിനൽ ഖുലത്താഇ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദിൻ. കൂട്ടമായിട്ട് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അധികം ആളുകളും പരസ്പരം അതിക്രമം കാണിക്കുന്നു. കൂട്ടമായിട്ട് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുടുംബത്തിലെ സ്വത്ത് ഒന്നിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയിലെ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂട്ടമായിട്ട് സ്വത്ത് കൈകാര്യം ചെയ്തതിൽ അധികം ആളുകളും പരസ്പരം അന്യായം ചെയ്യുന്നു. ഈമാനും അമലു സാലിഹാത്തും ഉള്ളവരൊഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് വഖലീലും മാഹും, അവരാകട്ടെ വളരെ കുറവാണ് താനും. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണെന്ന് അർത്ഥം. ശേഷം അല്ലാഹു തആല പറഞ്ഞു, ദാവൂദ്, നാം താങ്കളെ ഖലീഫയാക്കിയിരിക്കുന്നു, അതായത് ഭരണാധികാരിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. താങ്കൾ നീതിപൂർവ്വം പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ താങ്കൾ വഴിതെറ്റിപ്പോകും, താങ്കൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകും. അപ്പോൾ ഇവിടെ ഷിയാക്കളുടെ ഒക്കെ ഒരു വിശ്വാസമുണ്ട്. അവരുടെ ചില നേതാക്കൾ, അവരുടെ ഇമാമുകളെന്ന് പറയുന്നവർക്ക് അവർക്ക് പാപസുരക്ഷിതത്വമുള്ളതായിട്ടും അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കാത്തതായിട്ടൊക്കെ. അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പം ചില ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്, എന്ത്, രാജാവ് എന്ത് ചെയ്താലും ശരിയാണ്, രാജാവിന് പ്രത്യേക സംരക്ഷണം, മൂപ്പര് തെറ്റൂല, അമീറിന് തെറ്റ് സംഭവിക്കില്ല, തെറ്റ് സംഭവിച്ചാൽ തന്നെ ആ തെറ്റാണ് ശരി. അങ്ങനെ ഇല്ല, അവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ദാവൂദ് നബി അലൈഹി സ്വലാം നബിയാണ്, നബിയായിട്ടുള്ള ഭരണാധികാരിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഒരിക്കലും ദേഹേച്ഛകളെ പിൻപറ്റരുത്, ഒരിക്കലും മാർഗ്ഗത്തിൽ തെറ്റിപ്പോകരുത്, കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് അള്ളാഹു നബിക്ക് താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലെ പ്രസ്ഥാനത്തിലെ അമീർ, മുസ്ലിമീങ്ങളുടെ മുഴുവൻ കാര്യത്തിൽ അമീർ പോലുമല്ല, അപ്പോഴേക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പറഞ്ഞ എല്ലാ വാക്കും ശരിയാണ് എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അസ്ഥാനത്താണ് ആ കാര്യങ്ങളൊക്കെ. അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം കാണാം. അതിലൊരു ഗുണപാടുള്ളത്, അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത ചില അലങ്കാരങ്ങളിൽ മുഴുകിയിട്ട് അദ്ദേഹത്തിൻ്റെ ദിക്റിൻ്റെ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ സമയം തെറ്റിപ്പോയി, അദ്ദേഹം അതിൽ ഖേദിച്ചു മടങ്ങി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പത്രാസിൽ മുഴുകി ദിക്റും നിസ്കാരവും തെറ്റിപ്പോകുന്നതെന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം കാണാം. അദ്ദേഹം ഒരു ശപഥം ചെയ്തിരുന്നു, എന്തോ ഒരു സാഹചര്യത്തിൽ ഭാര്യയെ അടിക്കുന്നോ മറ്റോ ശപഥം ചെയ്താണ്. അല്ലാഹു തആല പറയണം, അപ്പോൾ ശപഥം എങ്ങനെ പൂർത്തിയാക്കും? ചില ശപഥം അബദ്ധത്തിൽ പറ്റിപ്പോയാൽ, സത്യമൊക്കെ ചെയ്തു പോയാൽ അതിന് ഷോർട്ട് കട്ട്. അപ്പോൾ 100 അടി അടിക്കുന്നോ മറ്റുമാണ് ശപഥം ചെയ്തത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വഖുദ് ബിയദിക ഖസൻ, എന്നാൽ പിന്നെ ചെറിയ കമ്പെടുത്തോ 100 എണ്ണം, എല്ലാം കൂടെ ചേർത്ത് ഒരടി കൊടുക്കുമ്പോഴേക്ക് 100 ചെറിയ കമ്പുകൊണ്ട് ഒരു ചെറിയ അടി, എന്തായാലും പറഞ്ഞ വാക്ക് സത്യമായല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോയി, ഒരു ശപഥം അല്ലെങ്കിൽ സത്യം ചെയ്തു പോയി, അപ്പം ആ വാക്ക് കറക്റ്റാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്താലും അതിൻ്റെ അപകടം ഉണ്ടായതുമില്ല, ആ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ഗുണപാഠവും ഈ സംഭവത്തിൽ ഇവിടെ ഈ സൂറത്തിൽ കാണാം. പിന്നെ നബിമാരെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, അവരെക്കുറിച്ച് പറയുന്നത് ഉലിൽ ഐദി വൽ അബ്സാർ, ചിന്താശേഷിയും കർമ്മശേഷിയുള്ളവരാണ്. അങ്ങനെ ആയിരിക്കണം മുഅ്മിനീങ്ങൾ. അടുത്തത് സൂറത്തു സുമറിൽ 2 കാര്യം മാത്രം പറയാം. രാത്രിയുടെ യാമങ്ങളിൽ അനുസരണയോടെ വിനയത്തോടെ നിന്ന് നമസ്കരിക്കുന്നവർ, അവരും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അപ്പം അറിവിൻ്റെ പ്രവൃത്തി പ്രകടമാക്കുന്ന ആ ഉയർന്ന ആലിമീങ്ങൾ, അവരും ഇൽമില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല. ശേഷം ഖുർആനെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയക്കുന്നവരുടെ തൊലികൾക്ക് വിറയലുണ്ടാകുന്നതാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പിന്നെ അവരുടെ ഹൃദയം മയപ്പെടും, അള്ളാഹുവിലേക്ക് തിരിയും. അപ്പോൾ അള്ളാഹുവിലേക്ക് തിരിയാൻ ഏറ്റവും നല്ല ഉപദേശകൻ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ്റെ ശക്തി വേറെ ഒരു ഉപദേശത്തിനുമില്ല. ഇത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വചനങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം ഏതോ വ്യക്തികളുടേതാണ്. ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ
ആ വാക്കുകളുടെ ശക്തി ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഉപദേശകൻ ലോകത്തില്ല തന്നെ. ഖുർആനെ ശരിയായി മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ 23-ാമത് ജുസിൽ നിന്ന് കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.